പുതുക്കിയ ടെലികോം നിയമങ്ങളുടെ ബിൽ ഡിസംബർ 18-നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഡിസംബർ 20-ന് ലോക്സഭ ബിൽ പാസാക്കുകയും 21-ന് രാജ്യസഭയിൽ ബിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. 1885-ലെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്, 1933-ലെ ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട്, 1950-ലെ ടെലിഗ്രാഫ് വയേഴ്സ് നിയമം തുടങ്ങിയവയ്ക്ക് പകരമായാണ് നിർദ്ദിഷ്ട നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന ഈ നിയമങ്ങൾക്ക് പല വിധേനയുള്ള മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമായി മാറുകയും ചെയ്യും. ഈ ബില്ലിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ എടുത്തു പറയുന്നത്, ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിലോ പൊതുജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലോ ടെലികോം സേവനങ്ങളുടെ നിയന്ത്രണം താൽക്കാലികമായി സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജന താൽപ്പര്യം കണക്കിലെടുത്ത് കുറ്റകൃത്യങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ട് സന്ദേശങ്ങൾ അയക്കുന്നതും പ്രക്ഷേപണം നടത്തുന്നതും തടയാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കുമെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. ടിയാൻ ബിൽ പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കാനും വേണമെങ്കിൽ തടയാനും സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ സുരക്ഷ, കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതാക്കൽ, പൊതുജനങ്ങളുടെ സുരക്ഷ എന്നിവ മുൻനിർത്തിയായിരിക്കും അത്തരത്തിലൊരു സർക്കാർ ഇടപെടൽ ഉണ്ടാകുക. ഇതുകൂടാതെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ബാക്ക് ഹോൾ തുടങ്ങിയ സേവനങ്ങൾക്കായി സ്പെക്ട്രം അനുവദിക്കുന്നതിന് ലേലമല്ലാത്ത മാർഗങ്ങളും ബില്ലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കോളുകളിൽ നിന്ന് സുരക്ഷ ലഭ്യമാക്കാനുള്ള മാനദണ്ഡങ്ങളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ വാട്സാപ്പ് മെസ്സേജുകളും ഇമെയിലുകളും പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്രത്തിന് നിരീക്ഷിക്കാം. എന്നാൽ നിലവിൽ ടെലികോം സേവനങ്ങൾ മാത്രമേ ബില്ലുപയോഗിച്ച് നിയന്ത്രിക്കൂ എന്നാണ് ടെലികോം വകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് നിലപാടിനെയും കോർപ്പറേറ്റ് നയങ്ങളെ സഹായിക്കുന്ന രീതിയിലാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ രാജ്യസുരക്ഷയുടെ നാമത്തിൽ അടിച്ചമർത്താനും സ്വരമില്ലാത്തവരാക്കാനും ഈ ബില്ല് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും അവസരം നൽകുന്നു. രാജ്യത്തിലെ ഏതൊരു പൗരൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കും ഭരണകൂടത്തിന് കൈകടത്താൻ ഈ നിയമം ശക്തി നൽകുന്നു. ഇതുകൂടാതെ സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമയ്ക്ക് വിസമ്മതമുണ്ടെങ്കിലും കമ്പനികൾക്ക് സർക്കാർ മുഖേന അനുമതി ലഭിക്കും. ഇതിലൂടെ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് നയങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. സംസ്ഥാന കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരുടെ വാർത്താപരമായ സന്ദേശങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് കരടിൽ പറയുന്നുണ്ടെങ്കിലും ആരൊക്കെയാണ് കേന്ദ്ര അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരെന്നും അക്രഡിറ്റേഷൻ ലഭ്യമായുള്ളവരുടേത് ചുരുക്കപ്പെട്ടുകയാണെന്നുമുള്ള വസ്തുത നിലനിൽക്കുന്നു. ഇവയിൽ രാജ്യത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്താപരമായ സന്ദേശങ്ങൾക്കാണ് ഇളവ് ലഭ്യമാകുക. എന്നാൽ ദേശസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെയും സന്ദേശങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാനും വിലക്കാനും കഴിയും. ദേശസുരക്ഷ എന്ന വസ്തുത മുൻനിർത്തിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും സർക്കാരിൻ്റെ നിരീക്ഷണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ബില്ലിൻ്റെ ലക്ഷ്യമെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 2017-ലെ നിയമ ഭേദഗതി അനുസരിച്ച് 15 ദിവസം മാത്രമാണ് തുടർച്ചയായി ടെലികോം സേവനങ്ങൾ റദ്ദാക്കാൻ പാടുള്ളൂ. പക്ഷേ മാസങ്ങളായി സംഘർഷവും കലാപവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ എത്ര നാളായി ഭരണകൂടം ടെലികോം സേവനങ്ങൾ നിർത്തിവച്ചിട്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതും ഇസ്രായേൽ നിർമ്മിത ചാര സോഫ്റ്റ്വെയറായ പെഗസസ് ഉപയോഗം കണ്ടെത്തിയതും നമ്മുടെ ഈ രാജ്യത്തിലായിരുന്നു എന്നുകൂടി ഈ നിമിഷത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.